എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേദജ്യോതിഷമനുസരിച്ച് ബുധൻ്റെ രാശിമാറ്റം വിപരീത രാജയോഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ഈ 3 രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടത്തിനും പുരോഗതിക്കും അവസരം ഉണ്ടാകുന്നതാണ്. 50 വർഷത്തിന് ശേഷം വിപരീത രാജയോഗം. ഇവർക്കിനി നേട്ടങ്ങളുടെ ചാകര. നിങ്ങളുടെ നാളും ഇതിൽ ഉണ്ടോ എന്ന് നോക്കാം. ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ സംക്രമിച്ചുകൊണ്ട് ഐശ്വര്യവും രാജയോഗവും സൃഷ്ടിക്കാറുണ്ട്. അത് മനുഷ്യജീവിതത്തെയും ലോകത്തെയും ബാധിക്കാറുമുണ്ട്. ഗ്രഹങ്ങളുടെ അധിപനായ ബുധൻ കുംഭം രാശിയിൽ അസ്തമിച്ചിരിക്കുകയാണ്. ഇതിലൂടെ കുംഭം രാശിയിൽ ശനി, സൂര്യൻ, ബുധൻ എന്നിവയുടെ സംയോജനം ഉണ്ടാകുന്നു. ഒപ്പം വിപരീത രാജയോഗം കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ചില രാശിക്കാർക്ക് ഭാഗ്യം തെളിയും. ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ലഭിക്കുന്നതാണ്. ആ ഭാഗ്യരാശികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർക്കടകം രാശി. വിപരീത രാജയോഗം ഇവർക്ക് വലിയ നേട്ടങ്ങൾ നൽകുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനലാഭം, പുതിയ വരുമാന സ്രോതസ്സുകൾ തെളിയുന്നതാണ്. ഓഹരി വിപണി, വാതുവെപ്പ്, ലോട്ടറി എന്നിവയിൽ ലാഭം കിട്ടുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ്, പ്രോപ്പർട്ടി എന്നിവയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ വർധനവ് എന്നിവയുണ്ടാകും. കന്നിരാശി. വിപരീത രാജയോഗത്തിൻ്റെ രൂപീകരണം ഇവർക്കും അനുകൂലമായേക്കാം. കാരണം ഈ രാശിയുടെ തൊഴിലിൻ്റെയും ലഗ്നത്തിൻ്റെയും അധിപനായി 6ാം ഭാവത്തിലാണ് ഈ യോഗം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ ജോലി വിലമതിക്കപ്പെടും. ബഹുമാനവും ആദരവും ലഭിച്ചേക്കുന്നതാണ്. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടില്ലെന്ന് വിചാരിച്ചത് കണ്ടെത്താനാകുന്നതാണ്. വരുമാനത്തിൽ വർധനവിനുള്ള സാധ്യതയുണ്ട്. വീടോ വാഹനമോ വാങ്ങുവാനുള്ള ആലോചന സഫലമായി തീരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വലിയ വിജയം ലഭിക്കുന്നതാണ്. പണം സമ്പാദിക്കുവാനുള്ള പുതിയ അവസരങ്ങൾ വന്നുചേരുന്നതാണ്. ധനു രാശി. വിപരീത രാജയോഗത്തിലൂടെ രൂപീകരിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ്റെ സംക്രമം 7ാം ഭാവത്തിലും 10ാം ഭാവത്തിലുമാണ്. അതിനാൽ ഈ സമയത്ത് പുരോഗതി, ധനനേട്ടം, വീടും വസ്തുവും വാങ്ങുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയം. ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും. പണം ലാഭിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.